വർഗീയതയുടെ കാര്യത്തിൽ ഒരു പടി പോലും, ഒരു ഇഞ്ച് പോലും പുറമോട്ട് പോകാത്ത ടീമുകളാണ് ഈ പെന്തക്കോസ്തുകാരെന്നുള്ളത്. അപ്പോൾ ഓണം നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഹലാലാണോ ഹറാമാണോ എന്ന കാര്യത്തിലൊരു തീരുമാനമായല്ലോ അല്ലേ? നിങ്ങളിവിടെ യൂട്യൂബിൽ തന്നെ പാസ്റ്റർമാരുടെ നല്ല നല്ല പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. വേർപാടിൻ്റെ ഉപദേശമൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്തോരം വർഗീയതയാണ് ഈ കുത്തി വെച്ച് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. തൃശ്ശൂരുള്ള ഒരു അധ്യാപിക പേരൻസിനെ അയച്ചൊരു ഓഡിയോ ക്ലിപ്പും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ നാട്ടിലത്തെ ഇപ്പോൾ ചൂടൻ വാർത്ത. ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആഘോഷമാണ്. അതിൽ മുസ്ലിമുകൾ പങ്കെടുക്കാൻ പാടില്ല, അത് ശിർക്കാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകേണ്ട ഒരു വ്യക്തിയാണ് ഇമാതിരി വർഗീയത പച്ചയ്ക്ക് പറയുന്നത് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കൊച്ചു കുട്ടികളിലേക്ക് അവരുടെ കുഞ്ഞുനാളിലെ തൊട്ട് ഇമാതിരി വർഗീയത, ഒരു വിദ്വേഷം ഒക്കെ കുത്തിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ അന്യമതസ്ഥരെ സാധാരണ അവരെ പോലുള്ള ഒരു മനുഷ്യരായിട്ട് എങ്ങനെ കണക്കാക്കാൻ കഴിയും? അവരെ എപ്പോഴും കാണുന്നത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആയിട്ട് തന്നെയായിരിക്കും. അത് എന്തായാലും ഈ ന്യൂസൊക്കെ കണ്ടപ്പോഴത്തേന് ഏതായാലും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല, ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം. അവർക്ക് മാത്രമല്ലേ ഉള്ളൂ ശിർക്കായിട്ടുള്ളത്. എന്നാൽ പിന്നെ രണ്ട് ദൈവവചനം കേട്ട് കളയാന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബ് എടുത്ത് നമ്മുടെ പ്രമുഖ പാസ്റ്ററിൻ്റെ ഒരു സുവിശേഷ ഘോഷണം അങ്ങ് കേട്ടു. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കാം. ലേശം ദൈവവചനം ആയിക്കോട്ടെ. ഈ വാക്തത്വങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് ഏത് വാക്തത്വം? ഇനി അതിന്റെ 14 മുതലാണ് 6:14 മുതൽ വായിച്ച വേർപാടിന്റെ ഉപദേശമാണ്. വേർപാടിന്റെ ഉപദേശമാണ് കേട്ടില്ലേ? വേർപാടിനെ കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോഴത്തേനും പറഞ്ഞു, അയ്യോ നമ്മളങ്ങനൊന്നും പറയുന്നില്ല, നമ്മൾ സ്നേഹം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നവർ പ്രത്യേകിച്ച് ഒന്ന് കണ്ടോണം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. വേർപാടാ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. അവിശ്വാസി ആരാണ് എന്നതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഒന്നും വേണ്ടി വരത്തില്ലായിരിക്കുമല്ലോ. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ? ക്രിസ്തുവിനും ബിലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താ ഓഹരി? അവിശ്വാസിയുമായിട്ട് എന്താ ഓഹരി? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ജീവനുള്ള യേശു ക്രിസ്തു. നാം ജീവനുള്ള ദൈവത്തിന്റെ ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ നടക്കും. ഞാൻ അവർക്ക് ദൈവവും എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഞാൻ നടക്കുമെന്ന് ദൈവം പറയുന്നത്. എല്ലാവരുടെ ഇടയിലൊന്നും ദൈവം നടക്കില്ല. കേട്ടല്ലോ, ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇപ്പം ഞാൻ വേർപാടിനെ കുറിച്ച് പറയുമ്പോഴാണ് എല്ലാവരും പറയുന്നത് അയ്യോ അത് വർഗീയതയാണ്, നമ്മളതൊന്നും പറയുന്നില്ല, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ, നമ്മുടെ പാസ്റ്റർമാരൊക്കെ എന്ത് പ്രസംഗിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നത് അന്നേരമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കേട്ടല്ലോ, ആരുടെ ഇടയിൽ കൂടെ നടക്കും? വേർപാട് പാലിക്കുന്നവരുടെ ഇടയിൽ കൂടെ നടക്കും. ഇനി വേർപാട് എങ്ങനെ പാലിക്കേണ്ടതെന്ന് പാസ്റ്റർ ഇപ്പോൾ പറയും. ഞാൻ അവർക്ക് ദൈവവും ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് വേർപെട്ടിരിക്കണം, വേർപാട് പാലിക്കണം. നീ അവരുടെ അടുത്ത് കസാര ഇട്ടോണ്ട് സോറ പറഞ്ഞിരിക്കുന്ന നാടൻ ഭാഷ നീ പറയുന്നത്. ഇനിയിപ്പോൾ ബൈബിളിൽ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ പുള്ളി നാടൻ ഭാഷയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കണ്ടാമാരുടെ പോയി കസാര ഇട്ട് ഇരിക്കരുത്. ഇനിയും വരുന്നുണ്ട്. ഓണക്കളിക്ക് നീയും പോയിരിക്കുക, കളിക്കുന്നില്ലെങ്കിലും പോയിരിക്കുക. എന്നിട്ട് പാടുക, എന്നാ തുമ്പി തുള്ളാത്ത എച്ചി തുമ്പി തുള്ളാത്ത പാടി കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അശുദ്ധമായതൊന്നും തുടരുത്. സ്തോത്രം. വേർപാട് പാലിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ മോഷ്ടിക്കുന്നതിലും കുറ്റമാ മോഷണ സാധനം. മനസ്സിലായോ? സ്തോത്രം. നന്നായിട്ട് വേർപാട് പാലിക്കണം ദൈവമക്കളെ. അപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ ഈ ഒരു വേർപാടിന്റെ ഉപദേശം. അന്യമതസ്ഥന്റെ ഇടയ്ക്ക് പോയിട്ട് കസാരയിട്ടിരിക്കാനും പാടില്ല, ഓണത്തിന് നീ പോകണം കൂടണമെന്നില്ല, ആ കൂടുന്നവനെ കണ്ടിട്ട് കൈയടിക്കാൻ പോലും പാടില്ല. അതുപോലെ നമ്മൾ പെന്തക്കോസ്തുകാരാ, വേർപെട്ടവരാ. അശുദ്ധമായതൊന്നും തുടരുത്. വേർപാട് പാലിക്കണം. അശുദ്ധമായതൊന്നും തുടരുത്. പിന്നെ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും. അങ്ങനെ വേർപാട് പാലിച്ചെങ്കിലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് മക്കളും ആകുള്ളൂ. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് ഞാനും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി തന്നെ നല്ല നാടൻ ഭാഷയെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വേർപാട് പാലിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വേർപാട് പാലിച്ചെങ്കിൽ മാത്രമേ യഹോവ നിങ്ങൾക്ക് ദൈവമായിരിക്കത്തുള്ളൂ എന്ന് എടുത്തു പറയുക. അപ്പോൾ ഓണം നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഹലാലാണോ ഹറാമാണോ എന്ന കാര്യത്തിലൊരു തീരുമാനമായല്ലോ അല്ലേ? ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റെതായ രീതിയിൽ പറയുമ്പോഴായിരുന്നു പലർക്കും പ്രശ്നം. ഞാനിവിടെ കള്ളപ്രചരണം നടത്തുന്നു, മതവിദ്വേഷം സൃഷ്ടിക്കുന്നു എന്നൊക്കെയായിരുന്നു ഓരോരുത്തരുടെ വാദം. ഈ പാസ്റ്റർമാർ അന്നേരം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, നിങ്ങളിവിടെ യൂട്യൂബിൽ തന്നെ പാസ്റ്റർമാരുടെ നല്ല നല്ല പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. വേർപാടിൻ്റെ ഉപദേശമൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്തോരം വർഗീയതയാണ് ഈ കുത്തി വെച്ച് കൊടുക്കുന്നത്. ഈ വർഗീയതയെല്ലാം തലയെ പേർക്കൊണ്ട് നടന്നിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ ഈ ഒരു ഓണത്തിൻ്റെ അവധിയാകുമ്പോൾ യൂത്ത് ക്യാമ്പ്സ് വെക്കാറുണ്ട്. പിള്ളേരെ എല്ലാവരെയും ഇവിടെ അങ്ങ് ഒരുമിച്ച് കൂട്ടും. അത് കൃത്യമായിട്ട് വെക്കുന്നത് തിരുവോണത്തിൻ്റെ മുമ്പത്തെ ഒരു ദിവസം, തിരുവോണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഈ പരിപാടി തീരത്തുള്ളൂ. അവർ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ഈ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് വേറെ ദിവസങ്ങളിൽ ഇവർക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ്.
അവർ കൃത്യമായിട്ടും അത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. ഇവരുടെ കുട്ടികൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോഴത്തേനും ഒരു കാരണവശാലും അതിൽ ചെന്ന് പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് അവർ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് ഈ ഒരു പരിപാടി ഒപ്പിച്ചു വെക്കുന്നത്. വർഗീയതയുടെ കാര്യത്തിൽ ഒരു പടി പോലും, ഒരു ഇഞ്ച് പോലും പുറമോട്ട് പോകാത്ത ടീമുകളാണ് ഈ പെന്തക്കോസ്തുകാരെന്നുള്ളത്. എനിവേ, ഇതിനെക്കുറിച്ച് ഞാൻ ഇനി അധികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രസംഗം കേട്ടാൽ മനസ്സിലാകുന്നുള്ളൂ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ വേർപാടിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമാതിരി പാസ്റ്റർമാർ വന്നിരുന്ന് പച്ചയ്ക്ക് വെച്ച വർഗീയത പറയുന്നത് കേൾക്കാൻ കഴിയും. എന്തായാലും നമ്മൾക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പി ഓണം. അവസാനമായി നമ്മൾക്കൊരു ചെറിയ മ്യൂസിക് കേട്ടുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. മനുവേ